ഹായ് സുഹൃത്തുക്കളെ, അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ നമ്മളെവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ പല ഭാഗത്തൊക്കെ നല്ല മഴയും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലൊക്കെ ആയിട്ട് വയനാടൊക്കെ നല്ല ഉരുൾപൊട്ടലും ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞ ഒരു സംഭവമായി കേട്ടോ. നമുക്കൊക്കെ ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു ഇത് തന്നെയാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വെറും ദുഃഖവാർത്തകൾ മാത്രമാണ് കേൾക്കുന്നത് കേട്ടോ. ഉരുൾപൊട്ടൽ അതിൻ്റെ മുന്നേ നമ്മൾ അർജുൻ ഇപ്പോൾ പുഴയിൽ ഗംഗാവാലി പുഴയിൽ പോയിട്ട് ഇതുവരെ കണ്ടെത്താൻ തന്നെ കഴിഞ്ഞിട്ടില്ല. ആ ഒരു ഇതിന്ന് മാറി വരുമ്പോഴത്തേനാണ് കേട്ടോ നമ്മളെ വയനാട് ഉരുൾപൊട്ടൽ സംഭവിച്ച് ഇപ്പോൾ എത്രയോ ബോഡികളൊക്കെ കിട്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ ഒരുപാട് സങ്കടം, വെള്ളമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവില്ല അടുത്തു കേട്ടോ. മഴയൊക്കെ ഇങ്ങനെ നിൽക്കാതെ പെയ്യുമ്പോൾ തന്നെ ഒരു ഭയമാണ്. അപ്പോൾ അതെന്തായാലും നമ്മൾ പാടും തോടൊക്കെ ഒന്നായി എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കാണാൻ പോയതാട്ടോ. അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ തോട്. അവിടെ നിന്ന് പിന്നെ മലയും വന്നൊക്കെ വെള്ളം വന്നിട്ടാവും ഇങ്ങനെ ഇത്രയും വെള്ളം കയറാൻ സാധ്യത കേട്ടോ. അല്ലാതെ അങ്ങനെ നിറഞ്ഞ് ഒന്നാവണമെന്നില്ല. പല പ്രാവശ്യമായിട്ടൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തോടും പാടമൊക്കെ ഒന്നാവലും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ മഴ പെയ്താൽ ഇനിയും 3-4 ദിവസം ഇതുപോലെ മഴ നിൽക്കാതെ പെയ്താൽ ചിലപ്പോൾ വെള്ളപ്പൊക്കമായി നമ്മളൊക്കെ ഒലിച്ചു പോകും. അത്രക്ക് നല്ല വെള്ളമാണ്. അപ്പോൾ എന്തായാലും ഇതാ ഭാഗത്ത് നിന്ന് ഇപ്പുറത്തെ ഭാഗത്ത് കേട്ടോ ഇത് വന്നിക്കണത്. അപ്പോൾ ആ ഭാഗത്തെ റോഡും തോടും ഇത് പാടം ഒന്നും ശരിക്കും അങ്ങോട്ട് അറിയണമെന്നല്ല കേട്ടോ. ഒക്കെ ഒരുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ആ റോഡ് ആ കാണുന്ന ആ ഭാഗത്താണ് തോട് കേട്ടോ. ഇതൊക്കെ ഈ വെള്ളമൊക്കെ ആ തോടിൽ നിന്ന് കവിഞ്ഞിങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ അതാ ഉമ്മയൊക്കെ കുടയും ചൂടിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. മക്കളൊക്കെ കേട്ടോ, ചേച്ചീൻ്റെ മക്കളും ഉണ്ട്, മുത്തച്ഛന്മാരാണ് കേട്ടോ ഇത് രണ്ടാൾക്കാർ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വെള്ളം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പാടമൊക്കെ ഇതാണ്ടില്ലേ, ഈ ഭാഗത്തൊക്കെ കുട്ടികളൊക്കെ കളിച്ചിരുന്ന സ്ഥലമാട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ ഇതാ വെള്ളം കയറി ഓരോ ഭാഗത്തും എല്ലാതും ഓരോന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് പള്ളിക്കുത്തുള്ള ആൾക്കാർക്കൊക്കെ ഇത് പരിചയമുണ്ട് കേട്ടോ. അവരിത് ആദ്യമായിട്ടൊന്നും അല്ല കേട്ടോ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോരുന്നത്. കുറേ പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ വെള്ളം പാടം തോടൊക്കെ ഒന്നാവും, ചാടാനും ഇതിനും ഒക്കെ ഉണ്ടാവും കേട്ടോ ആൾക്കാർ. അപ്പോൾ എന്തായാലും നമ്മളിതാ കുറച്ച് നേരം അവിടെയൊക്കെ കാഴ്ചയൊക്കെ കണ്ട് വീട്ടിൽ ഇതാട്ടോ വന്നു. രാവിലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ആരും ഇല്ല കേട്ടോ, ഒക്കെ പുറത്ത് മക്കളൊക്കെ പോയി തോട്ടിൽ ചാടലെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വന്ന് ഇനിയിപ്പോൾ നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളും പരിപാടികളും നോക്കണ്ടേ. അവർക്ക് അങ്ങനെ പുറത്ത് പോവാം, ചാടാൻ പറയുകയൊക്കെ ചെയ്യാമല്ലേ. നമുക്ക് അതിനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതാ എന്തായാലും ദോശക്ക് അരച്ച് വെച്ചതാട്ടോ ഇന്നലെ രാത്രി. അപ്പോൾ അത് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് പാത്രം അത് മതിയെന്ന് വിചാരിച്ചിട്ടാണ് അതിൽ ഒഴിച്ച് വെച്ചത് കേട്ടോ. പക്ഷെ അതങ്ങോട്ട് പൊന്തി അങ്ങോട്ട് വന്നിക്കണ്. പുറത്ത് ചാടിയിട്ടില്ല, ചാടാനായി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ദോശയ്ക്ക് ചട്നി ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് ദോശ മാവൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിലേക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ, ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്താൽ ഒന്ന് താഴുമല്ലോ മാവ്. അപ്പോൾ ഇന്നത്തെ മാവ് നല്ല പൊന്തിയിട്ട് സോഫ്റ്റ് ദോശയാവും എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടി തന്നെ ചിലപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ പൊന്തി വരുന്ന മാവൊന്നും ഞാൻ നമ്മളെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ദോശ ചുടൂല കേട്ടോ. അപ്പോൾ അതിൽ ചിലപ്പോൾ ഒട്ടി പിടിക്കും. അങ്ങനെ ഇതാ നമ്മളെ പാനൊക്കെ ചൂടാകാൻ വെച്ചിട്ടുണ്ടോ. ഇതിപ്പോൾ നമ്മൾ മീനും ഫ്രൈ ചെയ്യണം ഞാനും ഒക്കെ ഉപയോഗിക്കുന്ന പാനാണ്. അതിൽ ചൂടാന്ന് കരുതിയിട്ട് കേട്ടോ. അതിലാകുമ്പോൾ ഒട്ടലുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ എന്തായാലും ഒന്ന് ചൂടായ ശേഷം ഒഴിച്ചു കൊടുത്തേക്കണു. അപ്പോൾ അതാ നല്ലോണം ഒന്ന് കുറച്ച് കട്ടിക്ക് തന്നെയാണ് കേട്ടോ പരത്തുന്നത്. അപ്പോൾ ഇതുപോലെ കട്ടി ദോശ നല്ല രസമാണ് കേട്ടോ. നല്ല മഴയുണ്ട് പുറത്ത്, നല്ല ചൂടുള്ള ദോശയും ചായയും ചട്നിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് അടിച്ചു വെച്ച് നമുക്ക് കഴിക്കാം അല്ലേ. അപ്പോൾ അതാ അതിൻ്റെ മുകളിലൂടെ കുറച്ച് എന്താ നെയ്യല്ല കേട്ടോ, പിന്നെ നെയ്യ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. നല്ല മണം ഉണ്ടാവും കേട്ടോ, ദോശയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ദോശയൊക്കെ കുറച്ചൊക്കെ ചുട്ടു, കുറച്ചിനെ ചുടാണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ തക്കാളി ചമ്മന്തിക്കായിട്ടുള്ളൊരു കുറച്ച് ഉള്ളി, അതുപോലെ തന്നെ 2 വെളുത്തുള്ളി ഇടാണ്ട് കേട്ടോ. തക്കാളിയാണ്, പിന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കും ഞാൻ. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലായിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇടാമെന്നാണ് വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ മുളക് പൊടി മഞ്ഞപ്പൊടി എന്നാണ് കേട്ടോ, സോറി, ഉപ്പാണ് ഇട്ട് കൊടുക്കണത്. അപ്പോൾ ഇതാ 2 വെളുത്തുള്ളി അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാട്ടോ ഈ തക്കാളി ചമ്മന്തിക്ക്. പിന്നെ അതുപോലെ കറിവേപ്പില, മല്ലിയില ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്നൊക്കെ അരച്ചെടുത്ത് ചട്നിയൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മോന് ദോശ കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സോഫ്റ്റ് ദോശ തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
പിന്നെ ഇതാ കുറച്ച് ചമ്മന്തി ചട്നിയും റെഡിയാക്കി. മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവന് വേറെ കറിയൊന്നും അങ്ങനെ ഇഷ്ടപ്പെടില്ല. ഇതുപോലെ ഇങ്ങനെ ചട്നി എത്ര കറി വെച്ചാലും അവന് ചട്നി വേറെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളും കൂടി കഴിക്കുകയാണ്. കറണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ സമയമൊക്കെ 10-11 മണിയായിട്ടാണ് ചായ കുടിച്ചപ്പോൾ. അപ്പോൾ രാവിലെ ഫുള്ള് വെള്ളം കാണലായിരുന്നല്ലോ പരിപാടി. വെള്ളത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ചായ ഇതാ കുടിക്കട്ടെ കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്ക് ചോറും കറിയും വെക്കണതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ സമയം കുറേ ആയപ്പോൾ അതിനൊന്നും നിന്നില്ല. ഇതാ ചോറായിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കായ ഉണ്ടല്ലോ, അതുകൊണ്ടൊരു തൈരൊക്കെ പറഞ്ഞിട്ടൊരു കറി ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ മീൻ ഉണ്ട്, തലേ ദിവസത്തെ മീൻ പൊരിച്ചത് 2-3 കഷ്ണം ഉണ്ട്. പിന്നെ പപ്പടം അതാ പൊരിച്ച് വെച്ചിരിക്കണ്. ഇതിൽ മീനുണ്ട് കേട്ടോ, 2-3 കഷ്ണം, കുറച്ച് അധികമൊന്നുമില്ല. പിന്നെ അതവിടെ ഉണ്ട്. പിന്നെ അതാ പപ്പടം പൊരിച്ചിരിക്കണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ മുന്നത്തെ ഫ്രണ്ട് വീട്ടിലത്തെ നമ്മളെ ഹിന്ദിക്കാരാട്ടോ. ഹിന്ദിക്കാർ നല്ല ആൾക്കാർ തന്നെയാണ് കേട്ടോ. നല്ല നമ്മളെ മലയാളക്കാർക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യും. അപ്പോൾ അവർ ആലു പൊറോട്ടയാണ് അത്ര കേട്ടോ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. പിന്നെ എന്താ തൈരും ഇഞ്ചി പച്ചമുളകൊക്കെ അടിച്ചിട്ടൊരു ചട്നി ഉണ്ടായിരുന്നു കൊണ്ടുവന്ന് തന്നിട്ട്. ആലു പൊറോട്ട ഒക്കെ നല്ല ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമ്മൾ വയറ് ഫുള്ളാകും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനും എന്താ മോനും കൂടി കഴിക്കായിരിക്കും കേട്ടോ. അപ്പോൾ അവനും അതിൻ്റെ സ്മെല്ല് ഇഷ്ടമായില്ല കേട്ടോ. അവർ എന്തൊക്കെയോ കരിഞ്ജീരകത്തിൻ്റെ സ്മെല്ല്, അതുപോലെ ജീരകം, അങ്ങനെ ഉള്ളി, പല സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ആ മസാലയിൽ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ചൊക്കെ കഴിച്ചിട്ട്, എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ജീരകം, കരിഞ്ജീരകത്തിൻ്റെയൊക്കെ മണം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മറ്റോ ഞാൻ കഴിക്കണതൊന്നും നോക്കിയിരിക്കുകയാണ് കേട്ടോ, ടേസ്റ്റ് ഉണ്ടോ ഇല്ലേന്നോ ചോദിച്ചിട്ട്. അപ്പോൾ അവനൊരു പീസ് കൊടുത്തപ്പോൾ അവന് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ എന്തായാലും കഴിച്ചു കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് കാണുക, അതുപോലെ ലൈക്കും സബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഓക്കെ ബൈ. അതെ എന്താ ടേസ്റ്റ് ആലു പൊറോട്ട തോണി ഉണ്ടാക്കുക. ഇത് ഞാൻ ഉണ്ടാക്കിയതാ ഈ രണ്ടും. അല്ല ഉമ്മന്ത് നോക്കിയിട്ട് ഉമ്മ